ഓൾറെഡി തമ്പനയിലാണ് പിടിയിട്ടുണ്ടാവില്ലേ. വേറെ ഒന്നുമല്ല, ഈസി ആയിട്ട് ഉരുളക്കിഴങ്ങ് മാത്രം മതി നമുക്ക് പെട്ടെന്ന് ശര പറയാൻ തന്നെ സ്റ്റ്യൂ തട്ടിക്കൂട്ടാം. അപ്പുറത്ത് നമ്മുടെ നൂലപ്പൊക്കെ വേവണ നേരം കൊണ്ട് സത്യം പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല, നൂലപ്പം വേവണ നേരം മാത്രം മതി നമുക്ക് ഇപ്പുറത്ത് സ്റ്റ്യൂ റെഡിയാക്കി എടുക്കാം. ഞാൻ അതിന് ചെയ്യാറ് നൂലപ്പം ആവിയിൽ വെച്ചതിന് ശേഷമാണ് ഇത് കുക്കറിൽ ഇടാറ്. നൂലപ്പം അവിടെ സെറ്റായി വരുമ്പോഴത്തേനും 1-2 തട്ട് സെറ്റായി വരുമ്പോഴത്തേനും ഇത് ഇവിടെ വെന്തിട്ടുണ്ടാവും. സൂപ്പർ ടേസ്റ്റുമാണ്. വേറെ പല രീതികളിലും നമ്മൾ സ്റ്റ്യൂ തയ്യാറാക്കൂട്ടോ. അപ്പോൾ ഈ സ്റ്റ്യൂവിനെ വേറെ രീതിയിലൊക്കെ തയ്യാറാക്കാം. അപ്പം അതിൻ്റെയൊക്കെ റെസിപ്പി വേറെ വേറെ ഇടാം. പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഒരു 5 മിനിറ്റ് മതി നമുക്കിത്. വിസിലടിക്കേണ്ട സമയം മാത്രമേ വേണ്ടൂ. അപ്പം അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കേണ്ടത് നോക്കാം. പിന്നെ പാല് അധികം കട്ടിപ്പാലാവണ്ട, ഒരു ഇത്തിരി തേങ്ങ പിഴിയണത് ഇത്തിരി വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുത്തോളൂ. അല്ലെങ്കിൽ നല്ല കട്ടിപ്പാലായി കഴിഞ്ഞാൽ എന്താണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ആ നേരത്ത് പാല് ചിലപ്പോൾ പിരിഞ്ഞു പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, നമ്മുടെ പൗഡർ ഉണ്ടല്ലോ, കോക്കനട്ട് മിൽക്ക് പൗഡർ, അത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ അത്രയ്ക്കൊക്കെ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ തട്ടിക്കൂട്ടുന്ന നേരത്തൊക്കെ ഞാൻ ആ മിൽക്ക് പൗഡർ യൂസ് ചെയ്യുക. അതാകുമ്പോൾ അതിനെ പിരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം വരില്ലല്ലോ. അപ്പോൾ അത് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആ തേങ്ങാപ്പാലാകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത്തിരി കട്ടി കുറച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് സ്റ്റ്യൂ തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ സ്റ്റ്യൂ തയ്യാറാക്കാൻ നോക്കാം. പെട്ടെന്ന് പണി കഴിയും. ഒരു എന്താ പറയാ നൂലാമാലകളില്ല, പെട്ടെന്ന് പണി തീർക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മുടെ ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. മെയിനായിട്ട് ഉരുളക്കിഴങ്ങ് 2 എണ്ണം ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ്. പിന്നെ ഒരു 3 പച്ചമുളക് ഇതുപോലെ നടുപൊളിച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പം വേണം. ഒരു 1-1.5 ഇഞ്ച് വലിപ്പം വേണം. 2 ഉരുളക്കിഴങ്ങാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉരുളക്കിഴങ്ങാകുമ്പോൾ ഇഞ്ചി ഇത്തിരി കൂടുതലായാലും നല്ലതാണ്. പിന്നെ പോരാത്തതിന് സ്റ്റ്യൂവിന് ആ മണം നിൽക്കണമെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇഞ്ചി വേണം. ഇഞ്ചി അത്യാവശ്യം ഉണ്ടായാലാണ് സ്റ്റ്യൂവിൻ്റെ മണം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇഞ്ചി അത്യാവശ്യം വേണം. അത് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ അത് അരിഞ്ഞത്. അപ്പോൾ വലിയൊരു കഷ്ണം, ഒരു 1.5 ഇഞ്ച് നീളമുള്ള വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, കുക്കറിലേക്ക്. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മതി, അധികം ആവണ്ട, ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്. കഴിഞ്ഞ ഇത്രയേ ഉള്ളൂ നമുക്ക് സാധനങ്ങൾ. ഇനി ഇതേ നല്ല കട്ടി തേങ്ങാപ്പാല്. കട്ടി തേങ്ങാപ്പാല് എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയിൽ വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ടുള്ള കേട്ടോ. 1-ാം പാല് നമ്മൾ വെള്ളം ഒഴിക്കാതെ അടിച്ചെടുക്കണതല്ലേ തനിപ്പാല്. അതല്ല ഇത്, വെള്ളം ഒഴിച്ചിട്ട് ഒരുവിധം കട്ടിക്കുമ്പോൾ അടിച്ചെടുത്തേക്കണതാണ്. വെള്ളം ഒഴിക്കാതെ കട്ടിക്കുള്ള പാല് ഇതിൽ ചേർത്ത് കഴിഞ്ഞാലേ ചിലപ്പോൾ പിരിയും. കട്ടിപ്പാൽ അധികം തിളയ്ക്കാൻ പാടില്ലല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നിങ്ങൾ തേങ്ങ അടിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോഴാണ് പാല് നമ്മൾ കുക്കറിൽ വിസിലടിച്ച് കഴിഞ്ഞാൽ പിരിയാതെ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ വെള്ളത്തിൽ ചതച്ചിട്ട് അതും ചേർക്കാം. അതായാലും നല്ലത് തന്നെയാണ്, പ്രശ്നമില്ല. അതാകുമ്പോൾ പിന്നെ തീരെ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല പിരിയണത്. അപ്പോൾ ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് തേങ്ങ അടിച്ചെടുക്കുക കട്ടിയിൽ. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 കപ്പോളം വരുന്നുണ്ട്. ഈ തേങ്ങാപ്പാലിന്റെ കട്ടി കണ്ടോ? ഇത്ര കട്ടി മതി നമുക്ക്. ഇതുപോലെ ഉരുളക്കിഴങ്ങിന്റെ മീതെ കണ്ട് നിൽക്കണം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കുക്കർ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. മതി, ഇത്രേ ഉള്ളൂ വേണ്ട. ഇനി അടച്ചു വെച്ചിട്ട് ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ ഞാൻ അടുപ്പിക്കുന്നുണ്ട്. കാരണം കിഴങ്ങ് നമുക്ക് അത്യാവശ്യം ഉടഞ്ഞ് കിട്ടണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് നിങ്ങൾക്ക് വേവ് അറിയാമെങ്കിൽ വിസിൽ നിങ്ങൾ ക്രമീകരിക്കുക. ഞാൻ ഇപ്പോൾ ഒരു 4 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. വേവ് കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് ഉടച്ചെടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഒരു 4 വിസിൽ അടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 4 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, നല്ല വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഉടഞ്ഞിട്ടില്ല. നമുക്ക് നമ്മുടെ ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇത് ഉടച്ചെടുക്കാം കേട്ടോ. വെന്തിട്ടുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇതുപോലെ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് നല്ല ഇതിലേക്ക് ചേരും. നിങ്ങൾക്ക് എന്തോരം ഉടയ്ക്കണം അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. കഷ്ണങ്ങൾ ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഇടാം. മൊത്തത്തിൽ വേണമെങ്കിൽ ഒന്നിച്ച് ഉടച്ച് ചേർക്കാം. ഞാൻ എല്ലാ കഷ്ണവും ഒന്ന് ഓരോ ഇടി കൊടുക്കും. എല്ലാ കഷ്ണത്തുമ്മേ ഒന്ന് പൊട്ടിച്ചിടും എല്ലാ കഷ്ണത്തിനും. അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്ക് ഇതിലോട്ട് അവസാനമായിട്ട് ഇതേ കുറച്ച് വേപ്പില വെച്ച് പറിച്ച് അതിട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മതി, അധികം ആവണ്ട ഗരം മസാല. ഒരു 1/2 ടീസ്പൂൺ മതി മണത്തിന്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര. അപ്പൊ മധുരം ഒക്കെ കറക്റ്റ് ആയിട്ട് വരും. ചിലവര് സ്റ്റ്യൂവില് ഗരം മസാല ചേർക്കില്ല. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ എപ്പോഴും ഒരു തുണ്ട് ചേർക്കും. കാരണം നമ്മൾ ആദ്യത്തിൽ പട്ടയും ഗ്രാമ്പൂന്നും ഇതിൽ പൊട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാറുണ്ട് ഞാൻ. ഇനിയിപ്പോൾ ആദ്യം പട്ടയും ഗ്രാമ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗരം മസാലയുടെ ആവശ്യമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് രുചി, ഓരോരുത്തർക്ക് ഓരോ രുചികളാണല്ലോ. പക്ഷെ ഗരം മസാല ചേർത്താൽ നല്ലതാണ്. ഇത്രയേ ഉള്ളൂ പണി. ഇനി ഇത് മൂടി വെക്കുക. ഇനി വേറെ പണിയൊന്നുമില്ല. കണ്ടോ, നല്ല കുറുകിയിരിക്കണ നമ്മുടെ സ്റ്റ്യൂ എത്ര പെട്ടെന്ന് തയ്യാറായ. അപ്പുറത്ത് നമ്മുടെ നൂലപ്പം സെറ്റായി വരുമ്പോഴത്തേനും ഇവിടെ സ്റ്റ്യൂവും റെഡിയാവും.
അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈസി സ്റ്റൂ തയ്യാറാക്കി നോക്കാൻ മറക്കരുതിട്ട്. എന്തായാലും തയ്യാറാക്കി നോക്കിക്കോളൂ, അത്ര എളുപ്പമല്ലേ. പിന്നെ പരിപ്പ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് സ്റ്റൂ തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പരിപ്പ് മാത്രം വേണ്ട നമുക്ക് കഴിഞ്ഞ്. അത് നല്ല എളുപ്പമാണ് അത് ചെയ്യാൻ, നല്ല ടേസ്റ്റുമാണ്. കുറെ പേര് നല്ല കമന്റ്സ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ റെസിപ്പി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഈ ഉരുളക്കിഴങ്ങിന്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പിന്നെ ഇഷ്ടമായിട്ടില്ല ഞാൻ എപ്പോഴും പറയണ പോലെ അടുത്ത വീഡിയോയിൽ വായോ, എന്തായാലും അടുത്ത വീഡിയോ ഇഷ്ടമാവാതിരിക്കില്ല. അപ്പൊ നമുക്ക് മറ്റൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. തേങ്ങാപ്പാൽ എടുക്കുന്ന നേരത്തെ നല്ല തട്ടിക്കുറഞ്ഞെടുത്താൽ മതി, കട്ടിക്കുറഞ്ഞെടുത്താൽ മതി. തേങ്ങാപ്പാൽ നല്ല കട്ടി കുറഞ്ഞിട്ട് ആ സമയത്ത് എടുത്താൽ മതി. അല്ലേ, അപ്പൊ ഒരു 4 വിസിൽ അടിക്കട്ടെ കേട്ടോ. എന്താടയാത്തെ എന്റെ വീണ്ടും തുടങ്ങാൻ കയ്യിലൂടെ പോയി.